അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. തുടർന്ന് 48-ാമത്തെ ശ്ലോകം വരെ. കന്യോവാച സത്യമുക്തം നൃപശ്രേഷ്ഠ ജാനാസി ച വ്രതം മമ നാന്യം വൃണോമി ഭൂപാല സുദർശനമൃതേ ക്വചിൽ ബിഭേഷി യദി രാജേന്ദ്ര നൃപേഭ്യ കില കാതര സുദർശനായ ദത്വാ മാം വിസർജയ പുരാദ്ബഹി സമാം രഥേ സമാരോപ്യ നിർഗമിഷ്യതി തേ പുരാത് ഭവിതവ്യം തു പശ്ചാദ്വൈ ഭവിഷ്യതി ന ചാന്യഥാ നാത്ര ചിന്താ ത്വയാ കാര്യ ഭവിതേവ്യേ നൃപോത്തമാ യദ്ഭാവി തദ്ഭവത്യേവ സർവധാത്ര ന സംശയാ. രാജോവാച ന പുത്രി സാഹസം കാര്യം മതിമദ്ഭി കദാചന ബഹുഭിർന വിരോധവ്യമിതി വേദവിദോ വിദു വിസ്രക്ഷ്യാമി കഥം കന്യാം ദത്വാ രാജസുതായ ച. രാജാനോ വൈരസംയുക്ത കിം ന കുര്യുര്യസാമ്പ്രതം യദി തേ രോചതേ വത്സേ പണം സംവിദധാമ്യഹം.
ജനകേന യഥാ പൂർവം കൃത സീതാസ്വയംവരേ ശൈവം ധനുർയഥാ തേന ധൃതം കൃത്വാ പണം തഥാ തഥാഹമപി തന്വംഗീ കരോമ്യദ്യ ദുരാസദം വിവാദോ യേന രാജ്ഞാം വൈ കൃതേ സതി സമം വ്രജേൽ പാലയിഷ്യതി യകാമം സതേ ഭർത്താ ഭവിഷ്യതി സുദർശനസ്തധാന്യോ വാ യ കശ്ചിത് ബലവത്തരാ പാലയിത്വാ പണം ത്വാം വൈ വരയിഷ്യതി സർവധാ ഏവം കൃതേ നൃപാണാം തു വിവാദ ശമിതോ ഭവേൽ സുഖേനാഹം വിവാഹം തേ കരിഷ്യാമി തതഃ പരം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. ശ്രീ മഹാസരസ്വത്यै നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നൃപശ്രേഷ്ഠ അവിടുന്നു പറഞ്ഞതു സത്യം തന്നെ, എൻ്റെ തീരുമാനം എന്തെന്നറിയാമല്ലോ. സുദർശനനെയല്ലാതെ ആരെയും ഞാൻ വരിക്കില്ല. ദുഃഖിതനാം അങ്ങവരെ പേടിക്കുന്നെങ്കിൽ വിധിപൂർവം എന്നെ അദ്ദേഹത്തിനായി നൽകിയിടുക. തേരിലേറ്റി എന്നെ അദ്ദേഹം രക്ഷിച്ചിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നടക്കേണ്ടതു നടക്കും, അങ്ങിനെയേ സംഭവിക്കൂ. എന്തു നടക്കുമെന്നോർത്തു ദുഃഖിച്ചിടേണ്ട. എന്താണോ ഭവിക്കേണ്ടത് അതു തന്നെ സംഭവിക്കും. രാജാവ് പറഞ്ഞു, ബുദ്ധിയുള്ളവർ സാഹസത്തെ കാട്ടരുത്. അനേകരെ ശത്രുവാക്കരുതെന്നുള്ളതല്ലോ വിധി. അവയ്ക്കു നൽകിയാൽ രക്ഷപ്പെടുവാനാമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വൈരികളാം രാജാക്കന്മാർ അനിഷ്ടങ്ങളുണ്ടാക്കിയിടും. പന്തയം വെച്ചുള്ള രീതിയാക്കിയിടാം ഞാനും. ജന
ജനകൻ സീതയെ നൽകാൻ സ്വയംവര മണ്ഡപത്തിൽ ശൈവചാപം പന്തയമായി വെച്ചതുപോലെ അതുപോലെ ദുർഘടമാം നിബന്ധനകളും വെക്കാം. അതിനാലെ വിവാദങ്ങൾ ഒതുങ്ങിക്കൊള്ളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിബന്ധന നിറവേറ്റിടുന്നവൻ നിൻ ഭർത്താവാകും. സുദർശനനോ മറ്റൊരാളോ വരിച്ചിടും. പന്തയം ജയിച്ചു ഏതു വിധേനയും വരിച്ചിടും. അതിനാലെ വിവാദവും നശിക്കും നൂനം. പ്രയാസമില്ലാതെ നിന്റെ വിവാഹവും നടന്നിടും. പ്രയാസമില്ലാതെ നിന്റെ വിവാഹവും നടന്നിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 275 ദിവസം. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധത്തോടുകൂടി ആരംഭിച്ച് 48-ാമത്തെ ശ്ലോകം കൂടി അനുസ്മരിച്ച് സമർപ്പിക്കുക. അതാണ് ആഗ്രഹിക്കുന്നത്. അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സുദർശനനെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അച്ഛനും അമ്മയും ഒരേപോലെ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, ശശികല പറഞ്ഞു എന്നാണ്. കന്യോവാച, കന്യക മറുപടി പറയുന്നു. സത്യമുക്തം നൃപശ്രേഷ്ഠ ജാനാസി ച വ്രതം മമ. ഹേ നൃപശ്രേഷ്ഠ, അച്ഛനെയാണ് വിളിച്ചത്, പക്ഷേ നൃപോത്തമ എന്നാണ് വിളിച്ചത്.
സത്യമാണ് പറഞ്ഞത്. അങ്ങക്ക് എൻ്റെ തീരുമാനം എന്താണെന്നും വ്യക്തമായി അറിയാം. നാന്യം വൃണോമി ഭൂപാല സുദർശനമൃതേ ക്വചിൽ. സുദർശനനെ ഒഴിച്ച് മറ്റൊരു രാജാവിനെയും ഞാൻ വരിക്കുകയില്ല. ബിഭേഷി യതി രാജേന്ദ്ര നൃപേഭ്യ കില കാതര. ദുഃഖിതനായ അങ്ങ് രാജാക്കന്മാരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നൃപേഭ്യ കില കാതരഹ സുദർശനായ ദത്വാമം. സുദർശനന് എന്നെ വിവാഹം ചെയ്തു കൊടുക്കുക. എങ്ങനെ? വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തിട്ട് വിസർജയ പുരാദ്ബഹി, ഈ നഗരത്തിൻ്റെ പുറത്തേക്ക് ഞങ്ങളെ എത്തിക്കുക. സമാം രഥേ സമാരോപ്യ നിർഗമിഷ്യതി തേ പുരാൽ. അദ്ദേഹം, ആ സുദർശനൻ, എന്നെ തേരിൽ കയറ്റി ഈ നഗരത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും നിർഗമിച്ചോളും, എങ്ങോട്ടെങ്കിലും പൊക്കോളും. ഭവിതവ്യം തു പശ്ചാദ്വൈ ഭവിഷ്യതി ന ചാന്യഥ. സുദർശനം പറയുന്ന പോലെ തന്നെ ഈ പെൺകുട്ടിയും പറയുകയാണ്, ഭവിക്കേണ്ടത് എന്താണോ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് പിന്നീട് സംഭവിച്ചോട്ടെ. നാത്ര ചിന്താ ത്വയാ കാര്യ ഭവിതേവ്യ നൃപോത്തമ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് അങ്ങ് ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല ഹേ നൃപസത്തമ, നൃപശ്രേഷ്ഠ, നൃപോത്തമ. കാരണം സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലല്ലാതെ സംഭവിക്കുകയില്ല. ഭവിഷ്യതി ന ചാന്യഥ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നത് മൂഢത്വമാണ് എന്ന് പറയുന്നു. യത് ഭാവി തത് ഭവത്യേവ സർവധാത്ര ന സംശയ. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതേ ഇവിടെ സംഭവിക്കുകയും ഉള്ളൂ. രാജാവ് പറഞ്ഞു, ന പുത്രീ സാഹസം കാര്യം മതിമദ്ഭി കദാചന. മകളോട് പറഞ്ഞു, ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ന സാഹസം കാര്യം, ഒരിക്കലും സാഹസം കാണിക്കരുത്. ബുദ്ധിയുള്ളവർ ആലോചിച്ച് ചെയ്യാണ് വേണ്ടത്. ബഹുഭിർന്ന വിരോധവ്യം ഇത് വേദവിദോ വിദു. അനേകം പേരെ ശത്രുക്കളാക്കരുത് എന്ന് വേദജ്ഞന്മാർക്കറിയാം. വിസ്രക്ഷ്യാമി കഥം കന്യാം ദത്വാ രാജസുതായ ച. കന്യകയെ രാജകുമാരന് നൽകിയ ശേഷം സുദർശന് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ നീ പറഞ്ഞു. പക്ഷേ എങ്ങനെ ഈ നഗരത്തിൽ നിന്ന് പറഞ്ഞയക്കും? രാജാനോ വൈരസംയുക്ത. വൈരം പുലർത്തുന്ന ആളുകളാണ് ഈ രാജാക്കന്മാരൊക്കെ. കിം ന കുര്യുരസാമ്പ്രതം. എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോവുക, എന്തൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റില്ല. യതിതേ രോചതേ വത്സേ പണം സംവിദധാമ്യഹം. മകളോട് പറയാണ്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പണം എന്ന രൂപത്തിൽ, വിവാഹത്തിന് പല രൂപങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. പണം, അതേപോലെ ശുൽക്കം, ഇച്ഛ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇച്ഛാസ്വയംവരമാണ് നടത്താൻ ഉദ്ദേശിച്ചത്. അത് മാറ്റിയിട്ട് ആ പണം എന്നുള്ള നിലയിലേക്ക് പന്തയം വെച്ചുകൊണ്ടുള്ള വിവാഹം ഏർപ്പാടാക്കാം. ഇതാരാണ് മുമ്പ് ചെയ്തേക്കണത്? ജനകേന യഥാപൂർവം കൃത സീതാസ്വയംവരേ. ജനക മഹാരാജാവ് സീതാസ്വയംവരത്തിൻ്റെ സമയത്ത് ഈ പണം എന്ന രീതിയാണ് അവിടെ ആവിഷ്കരിച്ചത്, അല്ലേ? ശൈവചാപം, ശൈവം ധനുർയഥാ തേനാ ധൃതം കൃത്വാ പണം തഥ. ആ ശൈവചാപത്തെ പന്തയമായിട്ട് എങ്ങനെ വെച്ചോ അതേപോലെ അന്ന് ത്രയംബകം എന്ന വില്ല് വെച്ചിട്ട് ഇത് ആരാണോ കുലയ്ക്കുന്നത് അവർക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അഥാഹമപി തന്വങ്കി, ഹേ സുന്ദരി മകളെ, ഞാനും അങ്ങനെ തന്നെ കരോമ്യദ്യ ദുരാസതം, വളരെ ദുർഘടമായിട്ടുള്ള നിബന്ധനകൾ വെക്കാം. വിവാദോ ഏന രാജ്ഞാം വൈ കൃതേ സതി സമം വ്രജൽ. രാജാക്കന്മാർ തമ്മിലുള്ള ആ വിവാദം, ഈ പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി ഇല്ലാതെയാവും. ശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ആ പന്തയം ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പം എല്ലാവരും നിനക്ക് വേണ്ടി വാദിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്താലോ, പാലയിഷ്യതി കാമം സതേ ഭർത്താ ഭവിഷ്യതി. ആരാണോ ആ പന്തയം ജയിക്കുന്നത്, ആ നിബന്ധന നിറവേറ്റുന്നത്, അദ്ദേഹം നിന്റെ ഭർത്താവായിട്ട് മാറും. സുദർശനസ്തധാന്യോവാ യ കശ്ചിൽ ബലവത്തര. സുദർശനനോ അല്ലെങ്കിൽ വേറൊരാളോ ആരുമായിക്കൊള്ളട്ടെ, ആർക്കാണോ ബലം അയാൾ നിന്റെ ഭർത്താവായിട്ട് തീരും. ഇച്ഛാസ്വയംവരം എന്ന രീതിയിലാണ് നിന്റെ സ്വയംവരം ഞാൻ നടത്തിയിരുന്നത്, നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. പക്ഷേ
രാജാക്കന്മാരതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവര് യുദ്ധത്തിന് തയ്യാറായി കലഹം ഉണ്ടാക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി വന്നേക്കുകയാണ്. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ സാഹസത്തിന് ഒരുമ്പെടരുത്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് വേണ്ടതുപോലെ പെരുമാറുകയാണ് വേണ്ടത്. അതുകൊണ്ട് മകളോട് പറയുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുക. എന്നിട്ട് ഇച്ഛാസ്വയംവരം മാറ്റി നമുക്ക് പണം എന്നുള്ള രൂപത്തിൽ ചില നിബന്ധനകളോടെ വീരപരീക്ഷകളോടുകൂടി ഈ വിവാഹം നമുക്ക് നടത്താം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അപ്പോൾ ആരാണോ ജയിക്കുന്നത് അയാൾക്ക് എന്ന ആ തരത്തിലേക്ക് എത്തും. അപ്പോൾ തോറ്റ ആളുകൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. വിവാദങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. പാലയിത്വാ പണം ത്വാം വൈ വരയിഷ്യതി സർവധാ. പന്തയം ജയിച്ചിട്ട് ഏതു വിധത്തിലും നിന്നെ വരിക്കും ബലമുള്ള ആള് അല്ലേ. ഏവം കൃതേ നൃപാണാം തൂ വിവാദ ശമിതോ ഭവൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അത്തരത്തിലൊരു പന്തയം വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർ തമ്മിലുള്ള വിവാദം, അവർ തമ്മിലുള്ള കലഹം, അവർക്ക് എല്ലാവർക്കും നിന്നെ വേണമെന്നുണ്ട്. പക്ഷേ ജയിക്കുന്ന ആൾക്കേ ഇത് ലഭിക്കുകയുള്ളൂ എന്ന് വരുമ്പോൾ വീരന്മാർക്ക്, ബലമുള്ള ആളുകൾക്ക്, ശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ വിജയം നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ഛാസ്വയംവരം മാറ്റി ഈ സ്വയംവരത്തിൻ്റെ രീതി പണം അല്ലെങ്കിൽ പന്തയം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറാം. സുഖേനാഹം വിവാഹം തേ കരിഷ്യാമി തതപരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഖേനാഹം, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു വിഷമമില്ലാതെ സുഖമായി നിന്റെ വിവാഹം കരിഷ്യാമി തതപ്പരം, ഞാൻ നിന്റെ വിവാഹവും അതിനുശേഷം നടത്തിത്തരാം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടിയായിട്ട് ആണ് കന്യകയുടെ അടുത്ത വരി. 48 ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം കന്യകയുടെ മറുപടിയാണ്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.